കുഞ്ഞുട്ടാ, ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പഠിച്ചോ? തന്നെ ഉണ്ടാക്കാൻ അറിയാവോ? വലുതാകുമ്പോ പൈക്ക് ഉണ്ടാക്കി തന്നെ ഐസ്ക്രീം കേട്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു ചെറിയൊരു റെസിപ്പി, അതായത് ഹോം മെയ്ഡ് ഐസ്ക്രീം. നമ്മൾ കുട്ടികളൊക്കെ വേനൽക്കാല അവധിക്ക് വീട്ടിലിരിക്കുകയില്ലേ, അപ്പോൾ കൂടുതൽ ഫ്ലേവർ ഒന്നും ചേർത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിനേക്കാളും ആരോഗ്യത്തിന് നല്ലൊരു നമ്മൾ വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണെങ്കിൽ കൂടി അതിനൊപ്പം തന്നെ നമുക്ക് ലാഭകരവുമാണ്, കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാനും കഴിയും വീട്ടിലുണ്ടാക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാല്, നല്ല നാട്ടിൽ നിന്ന് ലഭിക്കുന്ന പാല് ഒരു 1/2 ലിറ്റർ, അതുപോലെ തന്നെ നമ്മൾ വാനില ഐസ്ക്രീമിൻ്റെ നമ്മളതിൻ്റെ മിക്സ് പൗഡർ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും, അല്പം ബൂസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് എടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ള പാല് 1/2 ലിറ്റർ നമ്മുടെ നാടൻ പശുവിൻ്റെ പാല് അത് നമ്മൾ സോസ് പാനിലേക്ക് തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിക്കുകയാണ്. നമ്മൾ എന്തോരം പാലെടുത്തോ അത്രയും അളവ് തന്നെ നമുക്ക് വെള്ളവും ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ നമുക്ക് പാല് മാത്രം ആകേണ്ട കാര്യമില്ല, അത്രയും അളവ് തന്നെ പാലിനൊപ്പം തന്നെ നമുക്ക് വെള്ളവും ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം എത്ര പാല് നമ്മൾ എടുക്കുന്നോ അത്രയും തന്നെ വെള്ളവും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ച് അത് തിളപ്പിച്ച്, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാല് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ അതിന് അനുസരിച്ചുള്ള നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന നല്ല മിക്സ് പൗഡറുണ്ട്. ആ പൗഡർ എത്രത്തോളം പാലിലാണ് ചേർക്കേണ്ടത് എന്നുള്ളത് പൗഡറിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ആ പൗഡർ നമ്മളെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു മിക്സ് പൗഡർ വാങ്ങിയിരിക്കുന്നത് വാനില ഫ്ലേവറിലുള്ള മിക്സ് പൗഡറാണ്. കുഞ്ഞാവേ, ഐസ്ക്രീം തന്നെ കൊതിയായോ? ഐസ്ക്രീം ഇപ്പോൾ ഒന്നും റെഡിയാവില്ല. ഐസ്ക്രീം റെഡി ആണെങ്കിൽ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നാളെ ആ ഐസ്ക്രീം റെഡി ആവുള്ളൂ. ഇപ്പൊ തിന്നാതെ ഓർത്തോണ്ടാണ് അത് ഇരിക്കണത് കേട്ടോ. ഇപ്പൊ നടക്കില്ല കേട്ടോ, എന്റെ കൊതിയൊക്കെ അരച്ചു പിടിച്ചാൽ മതി കേട്ടോ. കുഞ്ഞുട്ടാ, ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പഠിച്ചോ? തന്നെ ഉണ്ടാക്കാൻ അറിയാവോ? വലുതാകുമ്പോ പൈക്ക് ഉണ്ടാക്കി തന്നെ ഐസ്ക്രീം കേട്ടോ. തിളച്ചു വരണ്ടോന്ന് നോക്കിക്കോളണം കേട്ടോ. ഞാനിപ്പോ വരാവേ. പാല് നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് ആറ്റിയെടുക്കുക. നമ്മളിങ്ങനെ അടിച്ചെടുത്താൽ ഇതിനകത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷുഗർ ഒക്കെ നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആറ്റിയെടുക്കുവാണ്. ഇത് നമ്മൾ വാനിലയുടെ മിക്സ് പൗഡറാണ് വാങ്ങിയേക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ട് ഒരു ഇച്ചിരി നമ്മൾ ബോൺമീറ്റ ഒരു അല്പം ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല, നല്ല ഇച്ചിരി ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഇത് തിളപ്പിച്ചാറിയ പാലില് അല്പം ബൂസ്റ്റ് ചേർത്തു. അതിന് ശേഷം നമ്മൾ തണുപ്പിച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീം മിക്സ് ചേർക്കുവാണ്. ഓക്കെ, ഫുൾ ഇതിന് നമ്മൾ ആവശ്യത്തിനുള്ള പാലിനുള്ള ഐസ്ക്രീം മിക്സാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ ഐസ്ക്രീം മിക്സ് നമ്മൾ ചേർക്കുവാണ്. അപ്പം ഞാൻ മണത്ത് നോക്കിയേ, അടിപൊളി മണമാണോ? കൊതിയായി വന്നിട്ടുണ്ടോ? കൊതിയായി. അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം വാനില ഫ്ലേവറാണ്, അതുകൊണ്ട് നമ്മളൊരു വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ഇച്ചിരി ഷെയ്ഡ് മാറ്റാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ബൂസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിത് ഇച്ചിരി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഷുഗറൊക്കെ ആഡായി ഒന്ന് നോക്കണം. നന്നായിട്ട് ഷുഗറുണ്ട്, ആവശ്യത്തിന് ഷുഗറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി അതിനുശേഷം ഇത് നമ്മൾ ഐസ്ക്രീം ആക്കേണ്ട പാത്രത്തിനകത്തേക്ക് നമ്മൾ ഇവനെ ഒഴിച്ചു വെക്കുകയാണ്. ഓക്കെ, ഒരു 3/4 പാത്രം ഒഴിച്ചു വെച്ചു. ഓക്കെ, അതിപ്പോൾ നമ്മൾ നല്ല ലാസാടയും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഐസ്ക്രീം വീട്ടിലുണ്ടാക്കുവാണ്. ഓക്കെ, അപ്പം കുഞ്ഞായിക്ക് ലാസാട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാസാട ഇതിനകത്താക്കി. ഓക്കെ, ഇനി അടുത്തെടുത്ത്. ഓക്കെ, ഇവിടെ വന്നു. ഓക്കെ, മാത്സ്ലെസ് അടുത്ത 3 ടൈപ്പ് ഐസ്ക്രീമാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, എൻ്റെ അടപ്പ് വന്നേ. ഓക്കെ, അപ്പൊ ഇനി വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ ഇത് അടച്ച് നമ്മൾ ഒരു 10-12 മണിക്കൂർ അത് ഇരുന്നോട്ടെ. അതിന് പ്രത്യേക സമയമൊന്നുമില്ല, ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്.
അപ്പൊ നമ്മൾ ഈ ഫ്രീസറിനകത്തേക്ക് ഇതുപോലെ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫ്രീസറിനകത്ത് നമ്മൾ ഐസ് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പം പിന്നെ അപ്പൊ ഇനി ഇതെല്ലാം റെഡി ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് അത് ഒന്ന് തുറക്കാവുള്ളൂ കേട്ടോ. എഗ്രി? ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ചെറിയ ടിപ്സേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കി വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല വയറ് നിറച്ച് ഐസ്ക്രീം കൊടുക്കാം. ഓക്കെ, നിങ്ങളും പരീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം. ഓക്കെ.